അണിന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു. മണവാളനയാചാര്യൻ അണിയിക്കും മകുടം രമ്യം. ഇങ്ങനെ 3 വട്ടം ആഘോഷിച്ചവനെ കിരീടം ധരിപ്പിക്കുകയാണ്. മണവാട്ടിയെയും കിരീടം ധരിപ്പിക്കുകയാണ്. മണവാളന്റെയും മണവാട്ടിയുടെയും കിരീടധാരണം കഴിഞ്ഞാൽ മണവാളൻ കിരീടം വയ്ക്കപ്പെട്ട രാജകുമാരൻ, മണവാട്ടി കിരീടം വയ്ക്കപ്പെട്ട രാജകുമാരി. ഇപ്പോൾ ഇവർ ആരാ? ഭാഗ്യം ചെയ്തവർ തന്നെ. പക്ഷെ കിരീടങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അത് ഇന്നും ഇവിടെ ഇരിക്കുന്ന പലർക്കും പിടികിട്ടിയിട്ടില്ല. മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം. കഷ്ടം. മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോട് സദൃശ്യം. മണവാള, നിന്റെ ശിരസിൽ വെച്ചു തന്നത് മശിഹായുടെ മുൾക്കിരീടമാണ്. മണവാട്ടി, നിന്റെ ശിരസിൽ വെച്ച് തന്നത് രാജകുമാരിമാർ ശിരസിൽ അണിയുന്ന രാജമുടിയാണ്. മണവാളനെ, നീ ഒരു ഹതഭാഗ്യൻ. ഇന്നു മുതൽ മരണം വരെ ക്രിസ്തു സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ മുൾക്കിരീടം ധരിച്ച് കഷ്ടപ്പെടാൻ നിന്നെ ചുമതലപ്പെടുത്തുന്നു. മണവാട്ടിയെ, നീ ഭാഗ്യവതി. രാജമുടിയല്ലോ നിന്റെ ശിരസിൽ. പക്ഷേ എന്ത് ചെയ്യാം, കഷ്ടം. ഇപ്പോൾ മുൾക്കിരീടം മണവാട്ടിയുടെ തലയിലും രാജമുടി മണവാളന്റെ ശിരസിലുമാണ്. ആ ദുഷ്ടനത് അടിച്ചു മാറ്റി. തലയിൽ ഏത് കിരീടമായിരിക്കുന്നതെന്ന് മുഖം കണ്ടാൽ അറിയത്തില്ല. പെണ്ണുങ്ങളെല്ലാം മുൾക്കിരീടം വെച്ചവരെ പോലെ. എന്റെ അച്ഛോ, ഒരു സമാധാനമില്ല. ഇടികൊണ്ട് മടുത്തു, തൊഴി കൊണ്ട് മടുത്തു. അയ്യോ, വീട്ടിലൊരു സ്വസ്ഥതയുമില്ല. മുഴുവനും നശിപ്പിച്ചു. മക്കള് വഴിതെറ്റി, കെട്ടിയോൻ ചുവയില്ല, മിണ്ടുകാല, വീട്ടിൽ വരികല, പാതിരായിക്ക്, വെളുപ്പാങ്കാലത്ത് വേറെ എവിടെയാന്ന് അറിയാൻ മേല, എല്ലാം നശിപ്പിച്ചു. മുൾക്കിരീടത്തിന്റെ എല്ലാ എഫക്റ്റും പേറുന്ന കുറെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. നോക്കത്താ ദൂരത്തോളം ഇരിക്കുകയാണ്. മുൾക്കിരീടം വെച്ചു കൊടുത്തവരിപ്പോ രാജമുടി വെച്ച് ഷാപ്പിലിരുന്ന് കാലും കുലുക്കി കള്ളുകുടിക്കുക. കള്ളൻ. ദൈവമക്കളെ, കിരീടം മാറിപ്പോയവർ അത് തിരിച്ചു കൊടുക്കണം. പാവം പെണ്ണിന്റെ ആ രാജമുടി മടക്കി കൊടുത്തു നിന്റെ മുൾക്കിരീടം വാങ്ങി ശിരസിൽ വെക്കണം. ഇല്ലെങ്കിൽ അത് വലിയ കുറ്റമാണ്. ഈ കിരീടങ്ങളുടെ ആഴം പലരും അറിഞ്ഞിട്ടില്ല. സഭ പഠിപ്പിക്കുന്നതിന്റെ മർമ്മമറിയാതെ കിരീടവും മേടിച്ചുകൊണ്ടുപോയി തോന്നിവാസം ചെയ്യരുത്. വിവാഹ കൂദാശയുടെ 3-ാം ഘട്ടം എന്ന് പറയുന്നത് കിരീടധാരണം. കിരീടം വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുരുഷൻ സ്ത്രീയുടെ കഴുത്തിൽ മിന്നുകെട്ടും. മിന്നുകെട്ട് ഭാരത പാരമ്പര്യത്തിൽ നിന്നുണ്ടായതാണ്. എന്നാൽ ക്രൈസ്തവ വിവാഹം വളരെ സിംബോളിക്കാണ്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിൽ ക്രൈസ്തവ വിവാഹത്തിൽ ഒരു താലി വേണം. താലിയിൽ ഒരു കുരിശ് വേണം. ഈ കുരിശ് 12 മുത്തുകൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതായിരിക്കണമെന്ന് സഭയുടെ പിതാക്കന്മാർ നിഷ്കർഷിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആദ്യത്തെ 3 മുത്തുകൾ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തെ കുറിക്കുന്നു. ഇപ്പൊ തന്നെ മുത്തെണ്ണാൻ പോകരുത്. ആവശ്യത്തിന് വെട്ടമില്ല. മുത്ത് ഒപ്പം ഇല്ലെങ്കിൽ പൊട്ടിച്ചും കളയരുത്. കെട്ടിയത് അവിടെ കിടന്നോട്ടെ, നിന്റെ യോഗം. പ്രിയപ്പെട്ടവരെ കേൾക്കുക. ആദ്യത്തെ 3 മുത്തുകൾ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തെ കുറിക്കുന്നു. ശേഷിക്കുന്ന 9 മുത്തുകൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം അഥവാ ആത്മസംയമനം എന്നിങ്ങനെ പരിശുദ്ധാത്മാവിന്റെ 9 ഫലങ്ങളെ കുറിക്കുന്നു. കെട്ടിക്കൊടുത്തവനും കെട്ടപ്പെട്ടവളും പിതൃപുത്ര പരിശുദ്ധാത്മാവ ദൈവത്തിന്റെ കൃപയിൽ നിറഞ്ഞ ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കണമെന്നാണ് വിവക്ഷ. ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? പിശാചിന്റെ പിടിയിലമർന്ന് ഈ ആത്മാവിന്റെ ഫലങ്ങളെല്ലാം നഷ്ടപ്പെട്ട് പിശാചിന്റെ പിണയാളുകളായി മാറിയവരിൽ നിന്ന് ആത്മാവിന്റെ ഫലം പുറപ്പെടുമോ? താലിയുടെ ദൈവശാസ്ത്രം ഒന്നറിഞ്ഞിട്ട് താലി കെട്ടിക്കൊടുക്കണം പുരുഷ. ഓർമ്മ വേണം. വീണ്ടും അച്ഛൻ മുന്നോട്ട് പോകട്ടെ. പ്രിയപ്പെട്ടവരെ, താലി കെട്ടിക്കഴിഞ്ഞ് മൂടുപടം ധരിപ്പിക്കും. മണവാളൻ മണവാട്ടിയെ മൂടുകയാണ്. അതിന് 2 ദൈവശാസ്ത്ര ചിന്ത പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ മണവാളൻ മണവാട്ടിയെ ശിരസ്ത്രം ധരിപ്പിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, രക്ഷയുടെ ശിരസ്ത്രം ഞാൻ അവളെ അണിയിക്കുമെന്ന്. ഇന്നു മുതൽ മരണം വരെ ഇവളെ രക്ഷിച്ചുകൊള്ളാമെന്നുള്ള ആ ഒരു വാക്കിന്റെ അടയാളമാണ് മൂടുപടം ധരിപ്പിച്ച് അവളെ ശിരസ്ത്രം ധരിപ്പിക്കുകയാണ്. അന്നു മുതൽ മരണം വരെ ശിക്ഷിക്കുന്ന മനുഷ്യരാണ് ഇവിടെ ഇരിക്കുന്ന പലരും. ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ് ഉടമ്പടി വെച്ചത്. ഈ മൂടുപടം ഇടുന്നതിന് മറ്റൊരു ദൈവശാസ്ത്രമുണ്ട്. വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയുടെ സൗന്ദര്യം അവളുടെ പുരുഷന് മാത്രം അവകാശപ്പെട്ടത്. മറ്റൊരു പുരുഷൻ അവളുടെ മുഖം കണ്ടുകൂടാ. മുസ്ലിം സമുദായത്തിലും യഹൂദ സമുദായത്തിലും വിവാഹം കഴിഞ്ഞ സ്ത്രീയുടെ മുഖം പരപുരുഷന് ഒരിക്കലും കാണാനിടവരില്ല. അവൾ മുഖം മൂടിക്കൊണ്ട് നടക്കും. നമ്മുടെ സമുദായത്തിലെ സ്ത്രീകൾ വിവാഹം കഴിഞ്ഞ് 3 പ്രസവം കഴിഞ്ഞാൽ എന്നും ബ്യൂട്ടി പാർലറിൽ പോകുന്നവരാ. നാട്ടുകാരെ പ്രദർശിപ്പിച്ച് കാണിക്കാൻ അവളുടെ മുഴുവൻ സൗന്ദര്യവും. തിരുമേനിമാരെ ക്ഷമിക്കണം, ഇത് പറയാതെ തരവില്ല. ഇന്ന് തന്നെ ബ്യൂട്ടി പാർലറിൽ പോയി ഒരു മോഷൻ അരങ്ങൊക്കെ കഴിച്ചിട്ടാണ് പലരും കൺവെൻഷന് വന്നത്. നന്നായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞ സ്ത്രീയുടെ സൗന്ദര്യം അവളുടെ പുരുഷന് മാത്രം അവകാശപ്പെട്ടതാ.
ഇപ്പൊ ചില സ്ത്രീകൾ എന്നെ പരാകുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ എന്റെ കെട്ടിയോന് ഞാൻ നല്ലൊരു തുണി കൊടുത്ത് നടക്കണ ഇഷ്ടമല്ല, വീട്ടിൽ ചെന്നിട്ട് ഇടിയാണെങ്കിൽ പിടിച്ചാൽ മതി, ഈ അച്ഛനൊരു ദുഷ്ടനാണെന്ന് ചിലർ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, മൂടുകയാണ് അവളെ, മൂടുപടം അവളെ മൂടുകയാണ്. ഈ മൂടുപടവിട്ടങ്ങ് മൂടിക്കഴിയുമ്പോ മറ്റേ ചങ്ങാതി വരും, മെഷീൻ കണ്ണുകാരൻ ഇവിടെ നിപ്പുണ്ട്. അവൻ വന്നിട്ട് ഈ പെണ്ണിന്റെ മൂടുപടം അങ്ങ് മാറ്റിക്കളയും. എന്തിനാ? മുഖം പിടിക്കാൻ. എന്റെ പൊന്നുമോനെ, മൂടുപടവിട്ടത് മൂടിക്കിടക്കാനാ. ആരാൻ കെട്ടിയ പെണ്ണിന്റെ മൂടുപടം മാറ്റാൻ നിനക്കെന്താ കാര്യം? നാത്തൂൻ എന്ന് പറയുന്ന പിശാച് പുറകെ കയറി നിന്ന് ഇതേ പിടിച്ച് വലി തുടങ്ങും. എന്റെ പൊന്നു സഹോദരിമാരെ, മൂടുപടം മാറ്റരുത്. ആങ്ങളെ കെട്ടിയ പെണ്ണിന്റെ മൂടുപടം അവൻ ഇട്ടെടുത്ത് മൂടിക്കിടക്കട്ടെ. മൂടുപടം മാറ്റാൻ അവകാശം അവന് മാത്രമാ. ഇതുവരെ ഇത് ആർക്കും മനസ്സിലായിട്ടില്ല. മൂടുപടം അതിൽ 2 ദൈവശാസ്ത്ര ചിന്തയുണ്ട്. ശേഷം മണവാളനെയും മണവാട്ടിയെയും പരസ്പരം കരം പിടിപ്പിക്കും. വലതുകരം വലതുകരത്തോട് ചേർത്ത് പിടിപ്പിക്കുമ്പോൾ പുരോഹിതൻ പറയും, ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു എന്ന്. ഇത് പലരും തെറ്റായിട്ടാ കേട്ടത്. ചിലർ ഈ വാക്ക് കേട്ടത് ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരണമേൽപ്പിക്കുന്നു എന്ന. അന്നു മുതൽ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ഭരിച്ച് മുടിഞ്ഞു കുളം തോണ്ടി ഒരു പരുവത്തിലായി. അങ്ങനെ പലരും ഇന്നിവിടെ ഇരിപ്പുണ്ട്. വേറെ ചിലർ ഈ വാക്ക് കേട്ടത് വേറെയൊരു വിധത്തിലായി. എങ്ങനെ പറയും, എങ്ങനെ പറയാതിരിക്കും? പറഞ്ഞേക്കാം. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം പാരയേൽപ്പിക്കും. എന്റെ പൊന്നോ, ജീവിതം മൊത്തം പാരയാ. ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലരും ഇവിടെയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭാരമേൽപ്പിക്കുന്നു. യെസ്, ഭാരമേൽപ്പിക്കുന്നു എന്നാണ് വിവക്ഷ. സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും രാവിലും പകലിലും ഊണിലും ഉറക്കത്തിലും തോളോട് തോൾ ചാരി, മനത്തോട് മനച്ചാരി, ഹൃദയത്തോട് ഹൃദയം ചാരി, മരണത്തിലൂടെ രണ്ടിലൊരാൾ വേർപിരിയുന്ന സമയം വരെ ഒന്നായിരിക്കാൻ നിങ്ങളെ പരസ്പരം ഒന്നാക്കി തീർത്തതാണ് ഈ കണ്ടത്. ഭാര്യ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ മുഖമൊന്ന് വാടിയാൽ, മോളെ എന്തു പറ്റി നിനക്കെന്ന് ചോദിക്കാൻ, ആ ഭാരമൊന്ന് പകത്തെടുക്കാൻ ഭർത്താവേ നിനക്ക് ചുമതലയുണ്ട്. എന്റെ അച്ഛ, ഞാൻ ചോദിക്കാറുണ്ട്. ഇല്ലെന്ന് ഞാനും പറഞ്ഞില്ല. എന്നതാടി പറ്റിയ? പിശാചേ, നിന്റെ മുഖം കുറെ നേരമായല്ലോ വലിഞ്ഞു മുറുകിയിരിക്കുന്നു. ഇതല്ല ഭാരം പങ്കുവെക്കുന്ന ഡയലോഗ്. ഭർത്താവിന്റെ മുഖമൊന്ന് വാടിപ്പോയാൽ ഉടനെ ഭാര്യ അടുത്ത് ചെന്ന് ചോദിക്കണം, അയ്യോ എന്തു പറ്റി എന്റെ പ്രിയനെ, മുഖം വാടിയിരിക്കുന്നു. അത് ചോദിക്കുമ്പോഴാണ് അവൾ ഭാരം പങ്കിട്ടെടുക്കുന്നത്. ഭാര്യ ചോദിക്കാറില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അവൾ ആദ്യം ഒന്ന് പോയി വാതിൽക്ക് നിന്നൊരു നോട്ടം കണ്ടാൽ തന്നെ മിക്കവാറും പാതി പ്രാണം പോവും. എന്നിട്ട് അവൾ അപ്പുറത്ത് പോയിട്ട് വന്ന് ഒന്നോടോ ഈ പെണ്ണിനെ കെട്ടുന്നത് തെറ്റ്. ഇത് മാലയിടുകയല്ല, കിരീടം